Welcome to the craziest show in Asianet Plus, that is Crazy TV. Different items of crazy recordsമായി ഇന്നും Crazy TV നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. പല വിധത്തിൽ പല രൂപത്തിൽ ക്രേസി ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം. അവരെല്ലാരെയും കണ്ടുപിടിച്ച് Crazy TVയിലൂടെ പരിചയപ്പെടുത്താനാണ് Crazy TV ട്രൈ ചെയ്യുന്നത്. സൂചി കേട്ടുന്നിടത്ത് തൂമ്പ കേറ്റുക, കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക, പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന ഈ പഴഞ്ചൊല്ലൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ? ഈ പഴഞ്ചൊല്ലിലൊക്കെ പറഞ്ഞേക്കുന്ന ഈ സൂചി ഉപയോഗിച്ച് റെക്കോർഡ് സൃഷ്ടിക്കാനായി ഒരാൾ വരുന്നു. വാച്ച് ആൻഡ് എൻജോയ്. അതിന് മൂർച്ചയില്ലെങ്കിൽ നാക്കിന് മൂർച്ച ഉണ്ടല്ലോ. നിങ്ങൾ വീണ്ടും വന്നല്ലോ. ചേട്ടൻ അത് കൂടപ്പറപ്പാണെങ്കിൽ എനിക്ക് ഈ മൈക്ക് കൂടപ്പറപ്പാണ് ആണല്ലേ? എങ്ങനെയുണ്ട് പരിപാടി? ഓ അത് ശരി. പെട്ടെന്ന് തയ്ച്ചു തരണം, പെട്ടെന്ന് വന്നതാണ്. നമുക്ക് ഈ ക്രേസി ടിവിയുടെ കുറെ ഷൂട്ട് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടി. അതെ, ഷർട്ടാണ്. നല്ല ലൂസ് വേണം. അത് തലയ്ക്ക് ഉണ്ടല്ലോ ആവശ്യത്തിന്, പിന്നെ പ്രത്യേകിച്ച് വേണ്ട. എന്റെ ലൂസിന്റെ കാര്യമല്ല പറഞ്ഞത്, പിന്നെ ഷർട്ടിന് ലൂസ് അത് വേണം. അത് വേണം. ഇന്നാളത്തെ പോലെ ആയിരുന്നല്ലോ, കഴിഞ്ഞ ദിവസം അടിച്ചു വെച്ചു. എന്നാ വൃത്തികേടായിരുന്നത്. ഓ എന്റെ പൊന്നോ, ഇത് എനിക്ക് പോലും പാകാത്ത ഷർട്ട് അടിച്ചു വെക്കുന്നത്. ഭാര്യക്ക് ബ്ലൗസ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ലേ? അതെ, ഒരാഴ്ച എനിക്ക് അണ്ടറായിട്ട് ഉപയോഗിക്കാം. പെട്ടെന്ന് വേണം സമയം. പിന്നെ എന്തെങ്കിലും ഫാഷൻ വേണം. ഫാഷൻ ഈ പോക്കറ്റ് അടിക്കാതിരിക്കണം എന്തെങ്കിലും മാർഗം. അതിന് ഈ പണി നിർത്തിയാൽ മതി. അതല്ല പറഞ്ഞത്, ഈ കള്ളന്മാര് പോക്കറ്റ് അടിച്ച് പോകാതിരിക്കാൻ വേണ്ടി കള്ളന്മാരെ പോക്കറ്റ് അടി കാണിക്കാം. അതെ അതെ, അതിനൊരു 5-8-10 പോക്കറ്റ് തയ്ച്ചു വെച്ചാൽ മതി. പിന്നെ അതിന് തന്നാ പോരെ, തയ്ച്ചിട്ട് പോക്കറ്റായിട്ട് മാത്രം തന്നാ പോരെ. അല്ല, ഞാൻ പോക്കറ്റ് ഉള്ളിൽ വെക്കണ കാര്യം പറഞ്ഞാണ്. എനിക്ക് പറഞ്ഞിരിക്കാൻ സമയം പെട്ടെന്ന് വേണം. പ്ലീസ് പേടിക്കണ്ട, ഞാൻ നല്ല കുട്ടപ്പനായിട്ട് വെച്ചു തരാം. കുട്ടപ്പനായിട്ടോ തങ്കപ്പനായിട്ടോ തയ്ച്ചു. എനിക്ക് ഷർട്ട് പെട്ടെന്ന് വേണം. സമയം ഇന്ന് ഷൂട്ട് തുടങ്ങാൻ പോവാ. വരുന്നു നിൽക്കോടെ. ഇങ്ങനെ തിരിച്ച് പിടിച്ചെങ്ങനെയാണ്? എന്താ ഞാൻ സൂചി എടുക്കട്ടെ? സൂചിയൊക്കെ എടുത്തു. പിന്നെ മോഡൽ ഫാഷൻ ഒക്കെ വേണം. ഇവിടെ കയറി എനിക്കറിയത്തില്ല ഈ ഫാഷൻസ് ഒക്കെ. ഒന്നാമത് യൂത്തിന് അതൊക്കെയാണ് ആവശ്യം. ഞാൻ അസലാക്കി തരില്ലേ? അത്രയൊക്കെ മാറ്റി വെച്ചു. സൂചി എടുക്കും. എന്റെ ശിഷ്യനെ വിളിക്കട്ടെ. ആ സൂചി തരും. ഇതിനെ മൂക്കിന്നൊക്കെ സൂചി എടുക്കുന്നത് ഇതാണ് പ്രത്യേകത. ഇവിടെ സൂചി ഉണ്ടല്ലോ, നമ്മൾ തിന്നാത്തി വെച്ചാണല്ലോ തുരുമ്പെടുക്കും. അത് ശരി, തുരുമ്പെടുത്തു. അത് കാരണം എന്റെ ശിഷ്യൻ സുർജിത്ത് ഇത് മൂക്കിനകത്ത് വെക്കും. ഇതല്ല ഒരു വർണ്ണവും വെക്കും മൂക്കിനകത്ത്. അപ്പൊ ഇവിടെ ഉള്ള എല്ലാ സൂചിയും സുർജിത്താണോ? എല്ലാ സൂചിയും മൂക്കിനകത്ത് വെക്കും. രാവിലെ വരുമ്പോ കൊണ്ടുവരും, വൈകുന്നേരം പോകുമ്പോൾ കൊണ്ടുപോകും. ക്യാമറ കൊണ്ടുപോവാ. അയ്യോ, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അല്ലേ നമുക്ക് ക്രേസി ടിവികൾ പരിചയപ്പെടുത്തി രക്ഷപ്പെടുത്തവനെ. ഏതായാലും നന്നായില്ല. എന്തായാലും മോനെ പേരണ സുർജിത്ത് അല്ലേ? ഏതായാലും സുർജിത്ത് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ക്രേസി റെക്കോർഡ്സിലെ ആളാണ്. സുർജിത്ത് എന്ന് പറയുന്ന ആള്. ബാബാ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തിക്കോട്ടെ. സുർജിത്ത് ചെയ്യാൻ പോകുന്നത് സൂചി. സാധാരണ നമ്മൾ തയ്യക്കട സൂചി കാത്തു സൂക്ഷിക്കുന്നത് ഒന്നുകിൽ ആ ബണ്ടിനോട് കൂടിയാണ്, നൂലിന്റെ ബണ്ടിനോട് കൂടിയാണ്. പക്ഷെ ഇന്ന് ഈ സുർജിത്ത് ചെയ്യാൻ പോകുന്നത്, ഇദ്ദേഹം ഈ തുരുമ്പെടുക്കുമെന്നൊക്കെ പറയുന്നത് സൂചി വെറുതെ ഇരുന്നാണ്. അതുകൊണ്ട് സുർജിത്ത് ചെയ്യാൻ പോകുന്നത് മൂക്കിനകത്ത് ബലമായിട്ടുള്ള സൂചികൾ എത്ര എണ്ണം കയറ്റി വെക്കും? 6 ആണല്ലേ? അപ്പൊ 6 സൂചി അദ്ദേഹം മൂക്കിനകത്ത് കയറ്റി വെക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന്റെ പ്രകടനം ഒന്ന് കാണാം. വാച്ച്. അതുറപ്പാ. ഇങ്ങനെ പോയാൽ മിക്കവാറും ഒരു ബുക്ക് ഉറപ്പാ. ആണല്ലേ? നൂലിട്ട് തന്നാ അല്ലേ കയറി മുളച്ചു പോകും. എന്തോ ഊരല്ലേ ഇവൻ. ഒട്ടും തുരുമ്പ് പിടിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ സുർജിത്ത്, വളരെ മനോഹരമായ ഒരു പ്രകടനമായിരുന്നു അല്ലേ? അപ്പൊ ഒന്ന് കൈയടിച്ചു. ഏതായാലും ശിക്ഷനല്ലേ, എന്നാലും കൈയടിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൈയടിക്കാൻ പറഞ്ഞത്. ഈ സൂചി തുരുമ്പെടുക്കുമെന്ന് പറഞ്ഞ് മൂക്കി കയറ്റി വെച്ചല്ലേ? അപ്പൊ തയ്യൽ മെഷീൻ എന്തായാലും തുരുമ്പെടുക്കും എവിടെയാ കയറ്റി വെക്കുന്നത്? ആണല്ലേ? അവസാനം സൂക്ഷിച്ചാണ് കേട്ടോ. ഏതായാലും കൊള്ളാം. കുറച്ച് സമ്മാനങ്ങളുണ്ട് ക്രേസി ടിവിയുടെ വകയായിട്ട്. ഓക്കെ, ഇത് പറക്കാട് ജുവലേഴ്സിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. അടുത്തത് ഇത് കലൂർ നർത്തകി ജുവലേഴ്സിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. ഇത്
സാമാർ കറി പൗഡർ നൽകുന്ന ഒരു ഗിഫ്റ്റ് പാക്കറ്റാണ്. ഗൾഫ് ഗോൾഡ് നൽകുന്ന ഒരു ഗിഫ്റ്റ് പാക്കറ്റ് സമ്മാനമാണ്. ഇതെല്ലാം മോനുള്ളതാണ് കേട്ടോ, ഇങ്ങനെ ഉള്ളതല്ല. ഇത് പെരിയാർ റൈസിന്റെ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഇനിയും ഈ 6 സൂചിക്ക് പകരം ഒരു 12 സൂചികൾ അല്ലെങ്കിൽ 10-36 സൂചി കെട്ടി ഞങ്ങളെ അറിയിക്കുക. ക്രേസി റെക്കോർഡ്സ് അത് കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കാണാം. ഷട്ടടിച്ചേരും, തയ്യക്കൂലി ഇല്ല, ഉള്ളതല്ല ഞാൻ തന്നു കേട്ടോ. ഇവന്റെ കാര്യം പ്രത്യേകം ഗവനിക്കണം. ഗവനിച്ചോളാം. ഓക്കെ.